വന്നേ കാര്യം പറ. മണിക്കുട്ടി കൂടെ വരട്ടെ. എന്തുവാ മണിക്കുട്ടി ഇവിടെ ഉണ്ട്? എന്താ കാര്യം? പറയാനല്ല, കാണിച്ചു തരാനാ. ദേ അങ്ങോട്ട് നോക്കിയേ. അപ്പട്ടെ മാമൻ തെയ്യോടെ കൂടെ വേറൊരാളും ഉണ്ടല്ലോ. കാശൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ചേട്ടനെ ഒന്ന് പോയി നോക്കിട്ട് വന്ന എന്തോ കാര്യം. എന്റെ പോലീസ് ബുദ്ധി വെച്ച് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്തോ കള്ളത്തരമുണ്ട് മാമന്റെ കയ്യില്. മാമ നിങ്ങളിവിടെ നിൽക്കായിരുന്നു. ഇവിടെ നിൽക്കുകയായിരുന്നു. ആര് മാമ അത്? അത് അവിടെ വന്ന് എന്നാള് അവിടെ നിൽക്കുന്ന ആളാ? അതും കണ്ട. അല്ല, അത് എന്റെ കൂട്ടുകാരൻ. അപ്പൊ ഈ പ്രായം കുറഞ്ഞവരുമായിട്ട് കമ്പനി ഉണ്ടല്ലേ? ഇവിടെ ഈ മണിക്കുട്ട എനിക്ക് പ്രായവും പരിചയമൊന്നുമില്ല. കൊച്ചുകളാണെങ്കിലും എന്റെ കൂട്ടുകാരാണ്. അല്ല, അപ്പൊ കാശൊക്കെ കൊടുക്കണുണ്ടല്ലോ. കാശാ? അതും കണ്ടോ? അല്ല, കാശ് കൊടുക്കണ കണ്ട നിങ്ങള്? അതെ, അവൻ ബൈക്കിൽ നിന്ന് വിരുന്ന് എന്റെ കൈ കൊടുത്ത് നെറ്റിയൊക്കെ മുറിഞ്ഞു. പാവം എന്റെ അടുത്ത് പൈസ വെച്ച് ആശുപത്രി പോവാനാ. എന്റെ ഇരുന്ന പൈസ എടുത്ത് ഞങ്ങൾ കൊടുത്തു. അതാണോ കാര്യം? വെറുതെ തെറ്റിദ്ധരിച്ചു. എന്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് അത് ചുമ്മാ കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങിയത്. കാറ്റ് വെള്ളം വേണ്ടി. ശരി ശരി. അപ്പൊ നിങ്ങൾ കാറ്റ് വെള്ളി. എനിക്ക് വർഷാപ്പീത്തി പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. എന്തോ ഭർത്താവിൽ പണിയുണ്ടേ. അവിടെ എന്താ പണിയാ മാമ? ഇത് കേട്ടാ തോന്നും 10-15 കാർ അവിടെ പണിക്ക് കയറ്റിയിട്ടുണ്ട്. കാറല്ല, ഒരു ബൈക്ക് ഇരിക്കുന്ന ഇന്ന് കൊടുക്കണത്. എന്റെ ദൈവമേ, ഞാൻ അങ്ങോട്ട് പോവാം. ചെല്ലിയല്ലേ. അയ്യോ, ഈ പരിശുദ്ധാത്മാവിനെയാണ് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതെ, പോലീസും പ്രതിയൊക്കെ അങ്ങ് സ്റ്റേഷനില്, വീട്ടിലുള്ളവര് പ്രതിയൊക്കെ പരിപാടി നിർത്തിയേക്കണം എന്ന് പറഞ്ഞേക്കേട്ടാ. എന്നാലും ഇത് കുറച്ച് മോശമായി പോയി മാമി. അല്ല റിങ്കി, അല്ല എന്നാലും എന്റെ ശ്രീഖു, വെള്ളമടിച്ച് കരള് മൊത്തം കിഴുത്ത വീണ് കിടക്കുകയാണെങ്കിലും ആ ഹൃദയം നീ കണ്ടില്ല. ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ചാണോ നീ വേണ്ടാത്ത പറഞ്ഞത്? അയ്യോ സത്യമായിട്ടും മാക്കൂ അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. ശരിയല്ല കേട്ടോ, ഞാൻ പോവാ. അല്ല മാക്കു, ഞാൻ പറയാം. ചേട്ടാ, ഇപ്പൊ ഞാൻ ആരായി? ഇത്രയും നാള് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒന്നും തെറ്റിയിട്ടില്ല. മാമാ, ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കാം. ദേ എന്റെ ഒരു അഭിമാന പ്രശ്നം. മാമാ, ഓ അർജന്റ് പണിയിലാന്ന് തോന്നുന്നു. ഓ തന്നെ മകളെ, ഇന്ന് വൈകിട്ട് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി വരും. ഓ, മാമൻ രാവിലെ എവിടെ പോയത്? ഞാൻ ജംഗ്ഷൻ വരെ പോയത്. എന്തിന്? ചായ കുടിക്കാൻ. അല്ല, ചായ കുടിച്ച് പതിവിലും വൈകിയാണല്ലോ മാമ വീട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. മക്കളെ, ഞാൻ ചായ കുടിച്ചിട്ട് വരുന്ന വഴിയില് എന്റെ കൂട്ടുകാരന്മാരൊക്കെ കാണും. അപ്പൊ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചെടുത്ത് പയ്യഞ്ഞു പോന്നു. ഏത് കൂട്ടുകാരന്മാരാ? അതുപോലെ ഞാൻ ഏത് കൂട്ടുകാരെന്ന് പറഞ്ഞ മകക്കറിയാം. അറിയില്ല, പക്ഷേ മാമന് എന്റെ അടുത്തുനിന്ന് എന്തോ മറയ്ക്കുന്ന പോലെ. എന്തോന്ന് മറയ്ക്കണത്? ഞാൻ ഒന്നും മറയ്ക്കണില്ല. അല്ല, മാമൻ മറച്ചോ, പക്ഷെ മാമന്റെ കണ്ണുകൾ കള്ളം പറയില്ല. അയ്യോ മകളെ, ഞാൻ എന്തിനാ? മാമൻ ഒന്നും ചെയ്തില്ല, ഒന്നും പറയണ്ട, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചോളാം. ഇവരെന്തൊരു ഒരുമാതിരി മുനവച്ച വർത്താനം പറഞ്ഞിട്ട് പോണത്. സേതുരാമയ്യർ CBI ആണെന്നാണ് വിചാരം. എടി, ഏത് പോലീസുകാരിക്കും ഒരബദ്ധം പറ്റും. അബദ്ധം മാത്രം പറ്റുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ഇതാണ്ട് നോക്കിയാൽ ഇത് കിട്ടാത്ത ആത്മാവ് നടക്കുമ്പോഴാണ് നടക്കുന്നത്. മാമി, എന്താ ഇത്ര ആലോചിക്കാൻ? എനിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കേസ് ക്ലോസ് ചെയ്യുന്ന ഒരു സമാധാനം ഉണ്ടാവും. കുറച്ച് നെല്ലിക്കാത്തള്ളം വെച്ചാൽ മതി, നല്ല സമാധാനം കിട്ടും. അത് അനി അങ്ങ് വെച്ചോണ്ടാ മതി. ഓ, പറ്റാണല്ലേ, നേരത്തെ കണ്ടാണ്. ഇവിടെ ആരുമില്ലേ? ഇത്രയും പേര് നിക്കുന്നത് നിങ്ങക്ക് കണ്ടുകൂടെ? അമ്മാവല്ലേ? അല്ല, മോന്റെ അമ്മാവൻ എങ്ങനാ ഈ വീട്ടിലുണ്ടാകുന്നത്? ഇവിടെ നിൽക്കണ ഭർത്താവിലല്ലേ വരാൻ പറഞ്ഞത്?
ഇതാരോ മാമാ? ഇത് എന്റെ കൂട്ടുകാരന്റെ മോൻ. നേരത്തെ കൂട്ടുകാരനല്ലേ പറഞ്ഞേ? ഇത് പോടി, നിനക്ക് എന്തൊക്കെ അറിയണം? നീ വാ. വാ. മാക്കു എന്താ ശ്രീകു? എങ്ങനുണ്ട്? എങ്ങനുണ്ടെന്ന്? സൂപ്പർ. ഈ തലമുടി കൂടി ഇങ്ങോട്ട്. ഷോ അതല്ല, പിന്നെ ആ മാമന്റെ പോക്കിൽ ഒരു വശപ്പശകില്ലേ? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതെനിക്കും തോന്നി. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഈ പോലീസ് യൂണിഫോം ഇട്ട് വെറുതെ അല്ല നടക്കുന്നേന്ന്. ഈ ബ്രെയിനെ വർക്കിംഗ് കണ്ടീഷനാ. അയ്യേ, അത് പോലീസ് ബുദ്ധിയൊന്നും വേണ്ട. അതിൽ പന്തികേട്ടുണ്ടെന്ന് കണ്ടു നിൽക്കണ എല്ലാവർക്കും മനസ്സിലാവും. പെങ്ങളെ, നീ ഇപ്പൊ പോയ ചെറുപ്പക്കാരന്റെ മുഖം നീ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു മാമ. നീ എന്തിനാണ് കണ്ണി കണ്ട ചെറുപ്പക്കാരൻ മുഖം ശ്രദ്ധിക്കുന്നത്? നീ കൊച്ചു കുഞ്ഞാ, ഞങ്ങള് പറയുമ്പോ ശ്രദ്ധിച്ചാ മതി. ആ അല്ല, എന്തോ അങ്ങനെ ചോദിച്ചാ? ശ്രദ്ധിച്ചോന്ന് ശ്രദ്ധിച്ചായിരുന്നു. എന്തോ കാര്യം? അതെ, അവന് നമ്മുടെ രാമന്റെ ഒരു മുഖച്ഛായയില്ലേ? ഉണ്ട്. ഇത് ആദ്യമേ എനിക്ക് തോന്നിയതാ. ഉണ്ട്. ആ അതെ, എനിക്കൊരു സംശയം. എന്തുവാ? നമ്മുടെ മാമന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകനാണോ ഇവനെന്ന്? ഇതൊക്കെ തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. മാമന്റെ ആ ഒരു പന്തികേടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ലല്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നണില്ല. നിനക്കെന്തിനാ വേണ്ടാത്തൊക്കെ തോന്നുന്നേ? നീ കൊച്ചു കുഞ്ഞാ. അങ്ങനെയാണോ? അങ്ങനെയാ. ചിലപ്പോ ഇത് നമ്മളോട് പറയാനുള്ള വിഷമം കൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചതായിരിക്കും. ആ പക്ഷേ ഇത് സാധാരണ ബന്ധമല്ല, രക്തബന്ധം. അതങ്ങനെ അമ്മിണി ഇമ്മിണി ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. എന്നാണെങ്കിലും അത് പുറത്തറിയും. ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മുടെ കുടുംബത്തില് നമുക്കൊരു പുതിയ ബന്ധുവിനെ കിട്ടിയെന്ന് കരുതിയാ മതി. അല്ല, മാമനൊരു തെറ്റ് സംഭവിച്ചാൽ അത് ക്ഷമിക്കേണ്ടത് നമ്മൾ കുടുംബക്കാരാണല്ലോ. അല്ല, എന്നാലും ഇതൊരു ഒന്നൊന്നര തെറ്റായി പോയി. അതല്ല എന്റെ ടെൻഷൻ എന്താ അറിയൂ? രാമന് രവിയേട്ടൻ അറിഞ്ഞ എന്ത് ചെയ്യും എന്നുള്ളതാ. അത് രാമൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും, പൊട്ടിത്തെറിയായിരിക്കും, സഹിക്കാൻ പറ്റത്തില്ല അവന്. അപ്പൊ ഇതേ രാമനെ അളിയനെ ഒന്ന് അറിയിക്കണം. അതായത് അത് ഞാൻ അറിയിക്കാം. എന്തായാലും നമ്മുടെ മാമന്റെ കാര്യമില്ലേ, മാമനെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കടമയാണ്. അതെ, നമുക്ക് തൽക്കാലം നമ്മൾ ഇതെല്ലാം അറിഞ്ഞു, നമുക്ക് ഒരു കുഴപ്പമില്ല. ആ മോനെ കൂടെ നമ്മൾ അംഗീകരിച്ചു എന്ന് മാമനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ മാമന് സമാധാനവും. എന്നാ വാ, ഇപ്പൊ തന്നെ ചോദിക്കാം. ഇത്രയും കാലം വീർപ്പ് കൂട്ടിയിരിക്കുകയായിരിക്കും പറയാൻ പറ്റാത്തതില്. ഞങ്ങൾ ചോദിച്ചോളാം കേട്ടോ. നീ കൊച്ചു കുഞ്ഞാ. ഞങ്ങൾ ചോദിച്ചോളാം. അതെ, പാവല്ലേ എന്നാലും മാമന്റെ കാര്യവേ. മാമനൊരാ മോൻ